ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്. അപ്പം നമ്മൾ ഇന്ന് ഓർക്കസ്ട്രൽ ബീറ്റാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. എന്തായാലും നമ്മൾ ചിലപ്പോൾ ചെയ്തു വരുന്നതനുസരിച്ചിരിക്കും. ചിലപ്പോൾ അത് ട്രാപ്പ് ആവും, ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോണേഴ്സ് ആവും. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു വരുമ്പോൾ നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ സിംഫണി ഓർക്കസ്ട്രൽ VST തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നമുക്കിൻ്റെ BPM നോക്കാം. 120 മതിയോ എന്നുള്ളത് കിട്ടണം. ഓഫാക്കിയേക്കാം. യെസ്. ഇനി നമുക്കൊരു MD ക്ലിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പണി തുടങ്ങാം. അതിന് മുന്നേ നമുക്ക് ഹോണ് കൊടുക്കാം. ഹോണിൽ നമുക്ക് സ്റ്റാക്കോ തന്നെ കൊടുക്കാം. യെസ്. എൻ്റെ മനസ്സിൽ കറക്റ്റ് റിതം കിടപ്പുണ്ട്. ആ റിതം നമുക്ക് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ബാക്കി കയറ്റി ഇറക്കിയിടാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് നമുക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളത്. പക്ഷെ നമുക്ക് സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പിന്നീട് ഇതിനെ നമ്മൾ കയറ്റി ഇറക്കിയിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്കത് കയറ്റിയിട്ട് നോക്കാം. ഇല്ല, താഴെ തന്നെ കിടക്കുന്നതാണ് നല്ലത്. ബെറ്റർ. നൈസ്. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇനി നമുക്ക് സെയിം സാധനം നമുക്കൊന്ന് ട്രാക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അടുത്ത ഒരു ഇൻസ്ട്രുമെന്റ് നമുക്ക് അതിനകത്തൊന്ന് കയറ്റിയിടാം. നമ്മൾ ഇതേ സെയിം സാധനം തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതും അങ്ങോട്ട് നമ്മൾ യൂസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്ലാന്. യെസ്. സോ ഞാനെപ്പോഴും ചെയ്തു വരുന്ന സമയത്ത് എനിക്ക് ബെറ്റർ ആക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇതുപോലെ വീണ്ടും ആഡ് ചെയ്യാറുണ്ട്, ബെറ്റർ ആക്കാൻ നോക്കാറുണ്ട്. സോ കേട്ടിട്ട് നോക്കാം. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് താഴോട്ട് വലിച്ചെടുത്തിടാം. ആൻഡ് നമുക്കത് സോ നമുക്ക് അടുത്തത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിടാം. ട്രാക്ക് സെയിം കോഡ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ഒന്ന് മാറ്റി ഇടണം. സ്റ്റാക്ക് സ്റ്റാക്കാറ്റോ ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്തിടാം. അതും സ്റ്റാക്കാറ്റോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ ഒരു വയലിൻ കൊടുക്കാം. നമ്മൾ 2 ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തതിനും കൂടെ നമുക്ക് വയോള എടുത്തിടാം. ഒരെണ്ണം വയലിനും മറ്റൊന്ന് വയലയാണ് നമ്മൾ എടുത്തിട്ടേക്കുന്നത് ഇപ്പോൾ.
എൻ്റെ ഇനിയിപ്പോൾ നമുക്ക് ഹൈ ഹാറ്റ് ഇടാം, ഡ്രംസിലോട്ട് കയറാം. വളരെ സിമ്പിളായിട്ടുള്ള പാറ്റേണാണ് പിടിക്കാൻ നോക്കുന്നത്. ചെറിയ രീതിയിലുള്ള ബൗൺസ് നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. നമുക്കിനി ക്ലാപ്പ് കൊടുക്കാം. MTMD ക്ലിപ്പ് ക്രിയേറ്റ് ചെയ്തു. യെസ്, നോർമൽ പാറ്റേൺ. അപ്പോൾ ഹൈ ഹാറ്റിന് നമ്മൾ ചെറുതായിട്ട് കുറച്ചും കൂടെ നമ്മൾ ഗ്രൂവ് ഒന്ന് കൊടുക്കാനുള്ള പ്ലാനിലാണ്. സോ നമുക്ക് നമ്മുടെ ഗ്രിഡ് വാല്യൂ മാറ്റി ഇറക്കിയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എൻ്റെ ഇന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോയുടെ പേരെടുത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ DM ഒന്ന് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നേരം തന്നെ എൻ്റെ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാസ്റ്ററിന് വേണ്ടി നിങ്ങൾ നോക്കിയെടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എൻ്റെ അടുത്ത് വന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ബഡ്ജറ്റിനനുസരിച്ചുള്ള നമുക്ക് പല സ്കീമുകളുണ്ട്. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കി സെറ്റാക്കി സാധനം ഇറക്കി വിടാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, ആ ഗ്രൂവ് നമുക്കൊന്ന് വോളിയം ഒന്ന് ഡൗൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസമായിരിക്കും അത് കേൾക്കാനായിട്ട്. നമുക്ക് ഇവിടെയും കൊടുക്കണം. അടുത്ത മിഡി ക്രിയേറ്റ് ചെയ്തു. നമുക്കിനി അതിനകത്ത് നമുക്കൊരു ഓപ്പൺ ഹൈ ഹാറ്റ് കൊടുക്കാം. അടുത്ത മിഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു പെർക്കഷൻ കൊടുക്കാം. ഓക്കെ, നമ്മുടെ മനസ്സിൽ ചാൻഡ് ആണുള്ളത്. അത് നമുക്ക് തപ്പി പിടിക്കാതെ യെസ്, നമുക്ക് വേണ്ട അതാണ്. എൻ്റെ മിഡി ക്രിയേറ്റ് ചെയ്യാം.
നമുക്ക് എൻഡിലാണ് കൊടുക്കേണ്ടത്. നമുക്ക് MD MIDI ക്ലിപ്പ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇതിൽ നമ്മൾ കിക്ക് കൊടുക്കുന്നില്ല, പകരം നമ്മൾ 808 മാത്രമാണ് കൊടുക്കാൻ പോകുന്നത്. സ്പിൻസ് ആണ് നമ്മൾ ഒരെണ്ണം നോക്കുന്നത്. യെസ്, MD MIDI ക്ലിപ്പ് ക്രിയേറ്റ് ചെയ്യാം. എനിക്കിതിൽ ഒരുപാട് 808 വാരി ഇടാൻ തോന്നുന്നില്ല. നൈസായിട്ട് ഒരു ബൗൺസ് കിട്ടാൻ വേണ്ടി ബൗൺസി ടൈപ്പ് ഒരു 808 പാറ്റേൺ ആണ് താല്പര്യം. ഇത് സെറ്റാണ്. ബട്ട് ഫീൽസ് ലൈക്ക് ലാസ്റ്റിലത്തെ കുറച്ചും കൂടെ മാറ്റം വരുത്തണം തോന്നുന്നുണ്ട്. അത് ചെറിയൊരു മാറ്റം വരുത്തി നോക്കാം. സോ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് പെർക്കഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സ്നാപ്പാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കൊടുത്ത വയലിൻ്റെ സൗണ്ട് നമ്മൾ നൈസായിട്ടൊന്ന് വേറൊരു പാറ്റേണിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. ലെഫ്റ്റും റൈറ്റും ആണ് വയലിൻ. യെസ്, സെറ്റായിക്കൊണ്ട് പിന്നെ നമ്മൾ ഒരു ഫ്ലൂട്ടും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എയ്റ്റ് ഒരു ലേശം പണിയും കൂടെ ചെയ്യാനുണ്ട്. ഒന്ന് ചിലത് കയറ്റി ഇറക്കിയിടാനായിട്ടുള്ളൊരു തോന്നുന്നുണ്ട്. സോ അത് നമുക്ക് അവസാനത്തെ 3 എണ്ണമാക്കി മാറ്റാം. കയറ്റി അവസാനത്തെ ഇറക്കി ഇടാം. യെസ്, നൈസ്. അപ്പൊ നമ്മുടെ ഫുൾ ബീറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഫുൾ ഇനി ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ട് നോക്കാം. Go. Hey. Intro. 3, 2, 1, go. Hey. 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 Yeah. Hey. Hey. Yeah. Hey. Let's go. Hey. Verse. Hey. Let's go. Hey. Hey. ഫസ്റ്റ് വേഴ്സിൽ തന്നെ രണ്ടാമത്തെ സ്വിച്ചാണ് വരാൻ പോകുന്നത്. Hey. Hit it. Hey. Let's go. അടുത്ത സ്വിച്ച് നമ്മളവിടെ ഫ്ലൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
Let's go. Let's go. Hey, 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 hey. Rich. Woo, 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 woo. Hey, 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 hey. 3, 2, 1, go. Woo. 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 Hey, 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 hey. Yep. Hey, 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 hey. Let's go. Outro. Let's go. Hit it. Hey, 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 hey. Yeah, let's go. Yeah. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് താഴെ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കിടന്ന ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യമായി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.